മ്യൂട്ടായോ? അപ്പോൾ ടോട്ടൽ 8 പേപ്പറിൽ 50 മാർക്കുള്ള പേപ്പേഴ്സും ഉണ്ടാവും, 100 മാർക്കുള്ള പേപ്പേഴ്സും ഉണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവില്ലേ? അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ പേപ്പറാണ് 100 മാർക്കിൻ്റെ, ഏതൊക്കെ പേപ്പറാണ് 50 മാർക്കിൻ്റെ എന്നുള്ളത്. അപ്പോൾ 50 മാർക്കുള്ള സബ്ജക്റ്റുകൾക്ക് പാസ്സാവാൻ 18 മാർക്കാണ് വേണ്ടത്. 100 മാർക്കുള്ള പേപ്പേഴ്സിന് പാസ്സാവാൻ 35 മാർക്കാണ് വേണ്ടത്. തിയറി എക്സാമിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതേസമയം നിങ്ങൾ അസൈൻമെൻറ്റ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും എഴുതി സബ്മിറ്റ് ചെയ്തു. അസൈൻമെൻറ്റ് 100ൻ്റെ ആണെങ്കിലും 100 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും 50 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും അസൈൻമെൻറ്റ് എല്ലാതും 100ൻ്റെ ആണ് വരിക. അതിൽ പാസ്സാവാൻ 35 വരിക. അസൈൻമെൻറ്റിൽ അങ്ങനെ ഫെയിൽ ആവാറില്ല സാധാരണ. അപ്പോൾ ഇതിൽ ഇഗ്നോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് എക്സാം എഴുതി റിസൾട്ട് വരുമ്പോൾ 18 മാർക്ക് അല്ലെങ്കിൽ 35 മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സായി, ജസ്റ്റ് പാസ്സായി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ചാൻസ് അവിടെ തീർന്നു. പിന്നെ കുറച്ചും കൂടി അയ്യോ ഫാത്തിമ ജൗഹറ പറയുന്നുണ്ട്. അതായത് പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ, എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാര്യം എനിക്കറിയില്ല, അപ്പോൾ കാലിക്കറ്റൊക്കെ പോലെയുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്കൊന്നും കൂടി ബെറ്റർ ആക്കണം എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും രണ്ടാമത് എഴുതാം. ഇഗ്നോയിൽ അങ്ങനെ കഴിയില്ല. അതേസമയം നിങ്ങൾ ഫെയിലായി എന്ന് വിചാരിക്കുക, 18 മാർക്ക് പാസ്സാവാനുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് 17 മാർക്ക് അതിൻ്റെ താഴേക്ക് കിട്ടി, അല്ലെങ്കിൽ 35 മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. റെക്കോർഡ് ഓഫായോ? അയ്യോ, നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട്. ഞാൻ പറയാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എത്ര തവണ വേണമെങ്കിലും എഴുതാം. എത്ര തവണ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 വർഷമാണ് വരുന്നത്. ഈ 6 വർഷത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് 11 തവണ എക്സാം വരും. ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് 11 തവണ എക്സാം വരും. അയാൾ ഫെയിലായാൽ 11 തവണ അയാൾക്ക് എപ്പോഴാണോ അയാൾ പാസ്സാവുന്നത് അത്രയും ടൈം അയാൾക്ക് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഇയർ ആണെങ്കിൽ അയാൾക്ക് 9 ചാൻസസ് ഉണ്ടാവും. തേർഡ് ഇയർ ആണെങ്കിൽ 7 ചാൻസസ് ഉണ്ടാവും. അതായത് 7 തവണ എക്സാം വന്നുകൊണ്ടിരിക്കും. അതേസമയം ജസ്റ്റ് പാസ്സായാൽ അയാളുടെ അവസരം അവിടെ തീർന്നു. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റിവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ്. റിവാലുവേഷന് കൊടുക്കാൻ നമ്മൾ എക്സ്ട്രാ ഫീ ഒക്കെ അടച്ച്, എക്സാം ഫീനേക്കാളിലും അപേക്ഷിച്ച് നല്ല എമൗണ്ട് ഉണ്ട്. റിവാലുവേഷന് 850 രൂപയാണ് ഫീസ് ഒരു പേപ്പറിന്. അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ വീണ്ടും ഒന്നാമത് ആ പേപ്പർ ഒന്നുകൂടി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് റിവാലുവേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ അതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് കിട്ടുന്നത് ഒരു 100 രൂപ കൂടി എക്സ്ട്രാ അടച്ചാൽ നിങ്ങളെ പേപ്പർ നോക്കിയത് അവർ എന്താ പറയുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പോസ്റ്റലായിട്ട് അയച്ചു തരും. അപ്പോൾ നമുക്ക് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് കിട്ടിയത് എന്നൊക്കെ അറിയാൻ പറ്റും. അതായത് രണ്ടാമത് നോക്കിയതിൻ്റെ അല്ല, ആദ്യം നോക്കിയതിൻ്റെ. അങ്ങനെ രണ്ടാമത് ഒന്നും കൂടി നിങ്ങളുടെ പേപ്പർ നോക്കി നിങ്ങൾക്ക് കൂടുതൽ മാർക്കിന് അർഹത ഉണ്ട് എങ്കിൽ ആ മാർക്ക് രണ്ടാമത് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം വരുന്നത്. ഇപ്പോൾ റിസൾട്ട് നോക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 50-ലുള്ള മാർക്കിൻ്റെത് അങ്ങനെയും കാണിക്കും, 100-ഉള്ളത് അങ്ങനെയും കാണിക്കും. അതേ സമയത്ത് തന്നെ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടിന് ഒരു ലിങ്ക് ഉണ്ടാവും. അതേപോലെ തിയറി എക്സാമിൻ്റേത് ഒന്നായിരിക്കും. പിന്നെ അതേപോലെ പ്രാക്ടിക്കൽ ഉണ്ടാവും. ഈ നമ്മുടെ ഗ്രേഡ് കാർഡിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് അറിയാൻ പറ്റും. എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ഉണ്ടാവും. തിയറി എക്സാം എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ടാവും, ലാബ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും, പിന്നെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും. ഇപ്പോൾ ഈ 50-ൽ മാർക്ക് ഉള്ളതിനെല്ലാം ഗ്രേഡ് കാർഡിലേക്ക് വരുമ്പോൾ 100 മാർക്കിലാക്കിയിട്ടാണ് കാണുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 50 മാർക്ക് ഉള്ള ഒരു സബ്ജക്റ്റിന് 18 മാർക്കുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഗ്രേഡ് കാർഡിൽ വരുമ്പോൾ കാണിക്കുന്നത് 100-ൽ 36 ആയിട്ടാണ്. അതായത് 18-നെയും ഡബിളാക്കി 50-നെയും ഡബിളാക്കി അങ്ങനെ ഡബിളായിട്ടാണ് ഗ്രേഡ് കാർഡിൽ കാണിക്കുക. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, പിന്നെ അടുത്ത ഒരു കാര്യമാണ്, ചിലവരൊക്കെ ചോദിക്കും പിന്നെ 10 മാർക്കിന് എത്ര എഴുതണം, 5 മാർക്കിന് എത്ര എഴുതണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ കഴിയില്ല. കാരണം ഓരോരുത്തരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ കുഞ്ഞു കുഞ്ഞതാക്കി എഴുതുന്നവരുണ്ടാവും, ചിലർ വലുതാക്കി എഴുതുന്നവരുണ്ടാവും.
അപ്പോൾ അത് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ഒന്ന് പറയാം, നിങ്ങൾക്ക് ഒരു 26 or 28 പേജുള്ള ഒരു ബുക്ക്ലെറ്റാണ് കിട്ടുക അല്ലേ സുഹാദ? എത്ര പേജാ? ഓക്കെ, 26 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുക. അതിൽ നിന്ന് അഡീഷണൽ പേപ്പേഴ്സ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പോൾ പണ്ടൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ആദ്യം ഒരു 2 പേജ് തരും, പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നിന്നാൽ വീണ്ടും അടുത്ത 2 പേജ് തരും, പിന്നെ തരും. അങ്ങനെയല്ല, ഇതങ്ങനെയല്ല. 26 പേജ്, അത് 2 പേജ് എഴുതാനുള്ളവർക്ക് 2 പേജ് എഴുതിയിട്ട് ബാക്കി കൊടുക്കാം, ബാക്കി പേജ് അങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ട് കൊടുക്കാം. 26 പേജ് എഴുതി കഴിഞ്ഞ് പിന്നെയും എഴുതാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് എഴുതാനുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. എന്നാലും നിങ്ങൾ അസൈൻമെൻറ്റൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമിൻ്റെ രൂപത്തിൽ തന്നെ അസൈൻമെൻറ്റ് എഴുതിപ്പിക്കണം. അതൊക്കെ മാക്സിമം ആത്മാർത്ഥമായിട്ട് ചെയ്തവർക്ക് ഒരു പരിധി വരെയൊക്കെ അതൊരു മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്താ ചെയ്യുക? ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഒക്കെ ഉള്ളത് എനിക്കറിയാമെന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് എഴുതി വെച്ചിട്ട് ലാസ്റ്റ് എസ്സേക്ക് എഴുതാൻ നേരത്ത് എഴുതാൻ സ്പേസ് ഇല്ലാതായി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അറ്റൻഡ് ചെയ്യാൻ പോലും സ്പേസ് ഇല്ലാതാവും. അപ്പോൾ അത് ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ട് ഓരോന്നിൻ്റെയും മാർക്ക് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇഗ്നോൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റിൽ അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ കൃത്യമുണ്ട്. അതിലുള്ളത് മാത്രം നോക്കിയിട്ട് വേണ്ടത് മാത്രം എഴുതുക, എക്സ്ട്രാ എഴുതി സ്പേസ് വെറുതെ കളയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, നമ്മുടെ ഈ അസൈൻമെന്റ്സിന് മാർക്ക് കൺവേർട്ട് ചെയ്യില്ല 30%, അതുപോലെ നമ്മുടെ റിട്ടേൺ എക്സാമിന്റെ 70%, അതിനെ കുറിച്ച് കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് സുഹാദ് ആരിപ്പോൾ സംസാരിച്ചത്? ഞാൻ ജൗഹറയിൽ. എങ്ങനെയാണ് ചോദിച്ചത്? അതായത് നമ്മുടെ അസൈൻമെന്റ്സിന്റെ മാർക്ക് പല കുട്ടികളും വന്ന് ഡൗട്ട് ചോദിക്കൊണ്ടാട്ടോ ഈ കാര്യം ഇവിടെ പറയുന്നത്. അസൈൻമെന്റ്സ് 100 മാർക്കിനുണ്ടെങ്കിലും ആ മാർക്കിന് 30%ലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ റിട്ടേൺ എക്സാം 70%ലേക്ക് കൺവേർട്ട് ചെയ്യും. രണ്ടും 100-ലാണല്ലോ കാൽക്കുലേറ്റീവ് വരിക. അപ്പൊ അത് കുറെ പേര് അങ്ങനെയല്ല. ഗ്രേഡ് കാർഡില് അസൈൻമെന്റിന്റെ അത് ക്രെഡിറ്റ് എടുക്കുന്ന സമയത്താണ്. അതായത് ഈ ടോട്ടല് ഓവറോൾ ഗ്രേഡില്ലേ, ഓവറോൾ ഗ്രേഡ് കണക്കാക്കുന്ന സമയത്ത് വെയിറ്റേജ് എന്ന് പറയും, അറിയാലോ, ഇഗ്നോൻ്റെ ക്രെഡിറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ 70%, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് തിയറി എക്സാമിനായിരിക്കും. അതിന് 70% അതിനെ പരിഗണിക്കും, 30% അസൈൻമെൻറ്റിൻ്റെ മാർക്കിനെയാണ് പരിഗണിക്കുക. ഗ്രേഡ് കാർഡിൽ കാണിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് കാണിക്കുക. 100-ലുള്ള സബ്ജക്റ്റുകൾക്ക് ഓവറോൾ ഗ്രേഡ് ഇങ്ങനെ പരിഗണിച്ചിട്ടാവും കിട്ടുക. ഓക്കെ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്? ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു മിനിറ്റ്, ഞാനൊരു ഏതെങ്കിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. കാണുന്നുണ്ടോ? ഇതിൽ നോക്ക്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻ സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 ഫ്രം ഈച്ച് സെക്ഷൻ. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ആക്രാന്തത്തിൽ അയ്യോ എനിക്ക് അറിയണതുണ്ടോ അറിയാത്തതുണ്ടോ നോക്കിയിട്ട് അങ്ങ് എഴുതി പോവല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ 2 സെഷൻ ഉണ്ട്, സെഷൻ 1, സെഷൻ 2. കണ്ടോ, 2 സെഷനും കാണാൻ പറ്റുന്നില്ലേ? ഈ 2 സെഷനൊന്നും മിനിമം 2 എണ്ണം എങ്കിലും അറ്റൻഡ് ചെയ്യണം. അതിനർത്ഥം ഒരു സെഷനിൽ നിന്ന് 3-ൽ കൂടുതൽ എണ്ണത്തിന് ആൻസർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സെക്ഷൻ 1-ലും 4 എണ്ണം ഉണ്ട്, സെക്ഷൻ 2-ലും 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആദ്യത്തെ സെഷനിൽ 4 എണ്ണം ഇയാൾക്ക് നന്നായിട്ട് അറിയാം, അയാൾ ഫുള്ള് നന്നായിട്ട് പഠിച്ചാണ്. രണ്ടാമത്തെ സെഷനിൽ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഒന്നേ അറിയുള്ളൂ, അതെന്തോ ആയിക്കോട്ടെ. ആദ്യത്തെ സെഷനിലുള്ള 4 എണ്ണം ഈ ആളങ്ങ് എഴുതി വെച്ചു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4ാമത് എഴുതിയത് പരിഗണിക്കില്ല. കാരണം ഇവിടെ പറഞ്ഞ കണ്ടീഷൻ തെറ്റിപ്പോയി. ആദ്യത്തേതിൽ നിന്ന് 3 എണ്ണം എഴുതാൻ പറ്റുള്ളൂ. ടോട്ടൽ 5 എണ്ണം എഴുതേണ്ടതിൽ നിന്ന് ടോട്ടൽ 5 എണ്ണം എഴുതണം. അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് 3 എണ്ണം എഴുതുകയാണെങ്കിൽ രണ്ടാമത്തെ സെഷനിൽ നിന്ന് 2 എണ്ണം എഴുതുക. അല്ല, ഫസ്റ്റ് സെഷനിൽ നിന്നാണ് 2 എണ്ണം എഴുതണമെങ്കിൽ രണ്ടാമത്തെ സെഷനിൽ നിന്ന് 3 എണ്ണം എഴുതുക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ആദ്യത്തെ 4 എണ്ണം എഴുതി വെച്ചാൽ 4ാമത്തേത് വാല്യൂ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, അത് മാക്സിമം ഫോളോ ചെയ്യുക. ഇപ്പം ആദ്യത്തേതിൽ നിന്ന് 3 എണ്ണം എഴുതിയിട്ട് ബാക്കിയുള്ള 2 എണ്ണം ചിലപ്പോൾ അറിയാത്തതായിരിക്കാം, എന്നാലും അറ്റൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അറ്റൻഡ് ചെയ്തതിനുള്ള മാർക്കെങ്കിലും കിട്ടും. അല്ലാതെ അറിയുന്നതാണെന്നും പറഞ്ഞ് ഈ ആദ്യത്തേതിൽ നിന്ന് തന്നെ ഫുൾ എഴുതി വെച്ചാൽ മാർക്ക് അവിടെ പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നമ്മൾ എക്സാമിന് എന്തൊക്കെ കൊണ്ടുപോകേണ്ടത്? അത് മുന്നൊക്കെ ഉള്ളവർക്ക് ഒരു 2023 വരെയൊക്കെ അഡ്മിഷൻ എടുത്തവർക്ക് ഫോട്ടോ ഉള്ള ഹാൾ ടിക്കറ്റാണ്. 3 22 ഒക്കെ വരെ ഉള്ളത്. അതിന് ശേഷം അഡ്മിഷൻ എടുത്തവർക്ക് ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഇല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. ഞാൻ സ്റ്റഡി സെൻറ്ററിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫോട്ടോ ഇല്ലാതെയൊക്കെയാണ് കുറേ പേര് പോയിട്ടുള്ളത്. ID കാർഡിൽ ഓൾറെഡി ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു ഫോട്ടോ ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഫോട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചോ, അഥവാ എന്തെങ്കിലും ഫോട്ടോ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഒട്ടിക്കാമല്ലോ. ഇനിയിപ്പോൾ ഒട്ടിച്ചിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ കൂടെ കൊണ്ടുപോകേണ്ടത് പേന, പെൻസിൽ, റബ്ബർ, ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കൊണ്ടുപോവുക. കാൽക്കുലേറ്റർ കൊണ്ടുപോകുമ്പോൾ കാൽക്കുലേറ്റർ ഇപ്പോൾ സൈക്കോളജിക്കാർക്ക് BCom അങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് ആവശ്യം വരിക. അപ്പോൾ പരമാവധി സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോവാതിരിക്കുക. നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. അതിനുള്ളതേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഒരാൾക്ക് സയൻറ്റിഫിക് മാത്രമേ കാൽക്കുലേറ്റർ ഉള്ളെങ്കിൽ അതായിരിക്കും കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ചില ഇൻവിജിലേറ്റേഴ്സ് അത് പിന്നെ കയറ്റാൻ പറ്റില്ല എന്ന് പറയും. കാരണം അതിൽ ഈ ഇക്വേഷൻസ് ഒക്കെ സേവ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കാൽക്കുലേറ്റർ കൊണ്ടുപോയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രയാസമാവില്ലേ? അപ്പോൾ പരമാവധി നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് എക്സാം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അസൈൻമെന്റ് പേപ്പേഴ്സ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ നിന്ന് എവിടുന്നാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ ഇവർക്ക് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇഗ്നോയുടെ മെയിൻ സൈറ്റിൽ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഓരോ ഫയലാക്കി ഗ്രൂപ്പിൽ ഇടുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താ ഡ്രൈവിലേക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം ആകുമ്പോഴേക്കും ഞാൻ മുഴുവനും അപ്ലോഡ് ചെയ്തിട്ട് ഡ്രൈവിൻ്റെ ലിങ്ക് തരും. അതിൽ തന്നെ ഓരോ ഫോൾഡർ ആക്കിയിട്ട് ഓരോ സെഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പക്ഷേ ഇതുവരെയും എല്ലാ സെഷനിലും ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ ബാച്ചിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഇതുവരെ നടന്നപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് 2020 വന്നതാണ്. ഈ 2019 വരെ വേറെ സിലബസ് ആയിരുന്നു. അതിനുശേഷം നടന്ന കൊറോണയുടെ ഒരു വർഷം എക്സാം നടന്നിട്ടില്ല. അതിനുശേഷം നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാതും ഓരോ ഫയലാക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നല്ലോണം ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അതുതന്നെയാണ് റിപ്പീറ്റായിട്ട് കാണുന്നത്. അത് പഠിച്ചാൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് ഉണ്ടാവും. പിന്നെ നല്ല മാർക്കൊക്കെ ഉദ്ദേശിച്ച് പഠിക്കുന്നവർ അത് മാത്രം കണക്കാക്കിയിരിക്കേണ്ട. ടെക്സ്റ്റൊക്കെ മാക്സിമം റെഫർ ചെയ്യുക. ഇനി ആർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതിലിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത് സ്പൈനൽ കോഡിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കേണ്ടി വരുമ്പോ വരയ്ക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യണം? വരച്ച് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മുൻകൂട്ടി കാണണം. നമ്മൾ ചെറുപ്പത്തിൽ ബയോളജി പഠിക്കുമ്പോൾ അതിൽ എന്തെല്ലാം ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. 10ാം ക്ലാസ് വരെ തലച്ചോറിൻ്റെ ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കുന്നില്ലേ? കുറേ കാര്യങ്ങൾ നമ്മളെ ഇയറിൻ്റെ, ഐയിൻ്റെ എല്ലാം നമ്മൾ വരച്ച് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായാൽ മതി. വലിയ ചിത്രകാരാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ജസ്റ്റ് നോക്കിയിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പോ അസൈൻമെന്റ്സിന് സബ്മിഷന്റെ ടൈം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടാണ്. കുറെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന് ഡൗട്ട്സ് ചോദിക്കും. ഇത് എവിടെ പോയിട്ടാ സബ്മിറ്റ് ചെയ്യാന്നൊക്കെ പോലും ചോദിച്ചുകൊണ്ടേ ഇരിക്കലുണ്ട്. അപ്പം അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു.
അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെൻറ്ററിലാണ് എന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെൻറ്ററിലാണ്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് എല്ലാവർക്കും ഒരു അപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ടാവും. അതിലുണ്ട് കൃത്യമായിട്ട് എവിടെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എക്സാം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എഴുതാം. എക്സാം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ളത്. അത് ആ ടൈമിൽ കുറേ എക്സാം സെൻറ്റേഴ്സ് ഇഗ്നോ അലോ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അത് അവിടെ എക്സാം എഴുതുന്നു, അവിടെ പിരിയുന്നു. ആ എക്സാം സെൻറ്ററുമായിട്ട് നമുക്ക് കൂടുതൽ വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ചിലർ സ്റ്റഡി സെൻറ്ററിൽ തന്നെ എക്സാം എഴുതുന്നവരുണ്ടാവും. നമുക്ക് കോൺടാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി സ്റ്റഡി സെൻറ്റേഴ്സിനാണ്. അവിടെയാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈക്കോളജിയൊക്കെ എടുത്തവർക്ക് എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സ് പൊതുവേ കുറവായിരിക്കും. അത് പ്രാക്ടിക്കലുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. നമ്മളിപ്പോൾ സയൻസ് സബ്ജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ JDT അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ കൊച്ചി ഭാഗത്തുള്ളവർക്കാണെങ്കിൽ അവിടെ, പിന്നെ മാർ ഇവാനിയസ് കോളേജ്, അങ്ങനെ തുടങ്ങി കുറച്ച് കോളേജസാണ് അവർക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ടുള്ളത്. അവർക്ക് അവിടെ മാത്രമേ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഡൗട്ട് ഇപ്പോൾ ജൗഹറ ചോദിച്ചുകൊണ്ട് പറയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ പേർക്കും JDT തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ അധ്യാപകരുമായിട്ടൊക്കെ നമുക്ക് കോൺടാക്റ്റ് ഉള്ളതും കൂടുതൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി സെൻറ്ററായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള JDT ആണ്. റിസൾട്ടും പൊതുവേ അവരുടെ ഫാസ്റ്റാണെന്ന് തോന്നുന്നു. എന്നാലും അത് റിസൾട്ട് പിന്നെ പല സമയത്തായിട്ട് തന്നെയാണ് വരുന്നത്. അസൈൻമെൻറ്റിൻ്റെ ആണെങ്കിലും അസൈൻമെൻറ്റിൻ്റെ എപ്പോഴും ഡിലേ ആവാറുണ്ട്. ഈ ജൗഹറ, പിന്നെ നിങ്ങളുടെ EVSൻ്റെ ഒക്കെ നല്ല ഡിലേ ആയിട്ടല്ലേ വന്നത്? ജൗഹറ അല്ല, സ്വാദ പോയോ? അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് നല്ല ഡിലേ ആയില്ലേ? EVS ഒക്കെ അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ ഇങ്ങനെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരാതെ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാവും. അത് സ്വാഭാവികമാണ്. എൻ്റെ